ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനൂസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് രജീഷ വിജയൻ നായികയായെത്തിയ മസ്തിഷ്ക മരണം എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഈ സിനിമ നടക്കുന്നത് 2046 നിയോ കൊച്ചിയിലാണ്. കൊച്ചിയെ നിയോ കൊച്ചി എന്ന് വിളിക്കാൻ കാരണം ലോകം മുഴുവനും AI കടന്നുകയറ്റത്തിൽ മൊത്തത്തിൽ മാറിയിരുന്നു. ഒപ്പം കൊച്ചിയും ആകാശം മുട്ട് വളർന്നു നിൽക്കുന്ന കൂറ്റൻ കെട്ടിടങ്ങളും പക്ഷികൾക്ക് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു നടക്കുന്ന ഡ്രോണുകളും കാറുകളും, എന്തിനേറെ മനുഷ്യന്റെ ഓർമ്മകൾ വരെ വാങ്ങാനും വിൽക്കാനും മായ്ച്ചു കളയാനും വരെ സാധിക്കുമായിരുന്നു ഈ പുതിയ യുഗത്തിൽ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മോശപ്പെട്ട ഒരു സംഭവം നടന്നുവെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആ ഓർമ്മ വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഓർമ്മ മാത്രം നിങ്ങളുടെ മെമ്മറിയിൽ നിന്നും മായ്ച്ചു കളയാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ നിന്നും വിലപ്പെട്ട ഓർമ്മകളും രഹസ്യങ്ങളും ഒക്കെ നമുക്ക് വിൽക്കാനും സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ മെമ്മറി വാങ്ങാനും സാധിക്കും. ഈ പറഞ്ഞതൊന്നും മനസ്സിലായി കാണില്ല അല്ലേ? ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വിദേശത്തൊന്നും പോയിട്ടില്ല, അവിടെയുള്ള സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വിദേശത്തൊക്കെ പോയിട്ടുള്ള ഒരാളുടെ മെമ്മറി നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആ മെമ്മറി ഉപയോഗിച്ച് നമുക്കും റിയലായി വിദേശത്തേക്ക് പോയ ഒരു അനുഭവം കിട്ടും. അതായത് ആ മെമ്മറിയുടെ ഉടമസ്ഥൻ നല്ലതോ ചീത്തയോ ആയിട്ടുള്ള എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്കും അനുഭവിക്കാൻ കഴിയും. കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ വെള്ളമടിക്കാത്ത ഒരാളാണെങ്കിൽ വെള്ളമടിക്കുന്ന ഒരാളുടെ മെമ്മറി വെച്ച് നിങ്ങൾക്കും അതിന്റെ ഫീലിംഗും ടേസ്റ്റും എന്തിന് വേണമെങ്കിൽ വാള് വരെ വെക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരുതരം പരകായ പ്രവേശം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഡിജിറ്റൽ പരകായ പ്രവേശം. നിങ്ങൾ തന്നെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ സന്തോഷകരമായ ഓർമ്മകൾ നിങ്ങൾക്കും അനുഭവിച്ചറിയാൻ കഴിയുക എന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം ഒരൊറ്റ ഡിലീറ്റ് ബട്ടൺ കൊണ്ട് മായ്ച്ചു കളയാൻ സാധിക്കുക. ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു അത്ഭുതമായിരിക്കും. എന്നാൽ 2046 ഈ നിയോ കൊച്ചിയിൽ അതെല്ലാം ഒരു ബിസിനസ് ആയിരുന്നു. മനുഷ്യന്റെ ഓർമ്മകളെല്ലാം വെറും വിൽപ്പന ചരക്കുകളായി മാറിയ ഒരു വിചിത്ര ലോകത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. സിനിമ തുടങ്ങുന്നത് ഈ സിനിമയിലെ നായകനായ ബിമലിനെ കാണിച്ചുകൊണ്ടാണ്. ബിമലും അതേ നിയോ കൊച്ചിയിൽ താമസിക്കുന്ന ഒരാളാണ്. ബിമലിന് തുങ്കുടു എന്നൊരു മകൾ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ആ മകൾ മരിച്ചു പോയതാണ്. മകൾ മരിച്ചു പോയതിന്റെ ആഘാതം ബിമലിനെ ഇപ്പോഴും വിട്ടുപോയിരുന്നില്ല. മകളുടെ ഓർമ്മകൾ തന്റെ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് സങ്കടങ്ങൾ ഇല്ലാതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ടും ബിമൽ അത് ചെയ്തില്ല. കാരണം അങ്ങനെ ചെയ്താൽ താനും ഒരു വികാരമില്ലാത്ത റോബോട്ടിനെ പോലെ ആയി പോകുമെന്ന് ബിമലിന് അറിയാമായിരുന്നു. തന്റെ മകളുടെ ഓർമ്മകൾ മറക്കാനായി ബിമൽ ചെയ്തിരുന്നത് ചൈനയിലെ ഒരു ഹോസ്പിറ്റലിൽ മരിക്കാറായി കിടക്കുന്ന ആളുകളുടെയും ആക്സിഡന്റ് ആയി കിടക്കുന്ന ആളുകളുടെയും ഒക്കെ ഡ്രാമാറ്റിക് ഓർമ്മകളും അവരുടെ എക്സ്പീരിയൻസും എല്ലാം അടിച്ചുമാറ്റി എക്സ്ട്രാക്ട് ചെയ്ത് ചിപ്പിലാക്കി ലൈവ് ഗെയിം രൂപത്തിലാക്കി ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. അത് വാങ്ങി ഗെയിമിംഗ് കൺസോളിൽ ഇട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ മെമ്മറിയിൽ ഗെയിം കളിക്കുന്നത് പോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അങ്ങനെ മറ്റൊരാളുടെ മെമ്മറി വെച്ച് കളിക്കണമെങ്കിൽ അതിന് പ്രത്യേക ഗെയിമിംഗ് കൺസോൾ ഒക്കെ വേണം. മാത്രമല്ല അത് ബാത്ത് ടപ്പിലെ വെള്ളത്തിൽ കിടന്ന് വേണം കളിക്കാൻ. കാരണം മറ്റൊരാളുടെ മെമ്മറി യൂസ് ചെയ്ത് ഗെയിം കളിക്കുമ്പോൾ ഗെയിമിംഗ് കൺസോൾ വളരെയധികം ചൂടാകുമായിരുന്നു. അത് മാത്രമല്ല ബിമൽ മറ്റുള്ളവരുടെ മെമ്മറി യൂസ് ചെയ്യുമ്പോൾ ഡെപ്ത് എല്ലാം യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ താൽക്കാലികമായി തന്റെ മകളുടെ ഓർമ്മകളിൽ നിന്നും ബിമൽ ഒളിച്ചോടുകയായിരുന്നു. അതായത് സ്വന്തം വേദനകൾ മറക്കാൻ മറ്റുള്ളവരുടെ മെമ്മറി ഉപയോഗിച്ച് സ്വന്തം ജീവിതം എങ്ങനെയൊക്കെയോ ജീവിച്ചു തീർക്കുകയായിരുന്നു ബിമൽ. ബിമലും ബിമലിന്റെ ഭാര്യ അനിന്ദയും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്. മാത്രവുമല്ല അനിന്ദ തങ്ങളുടെ കുട്ടിയുടെ ഓർമ്മകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതുമാണ്. അതിനാൽ തന്നെ തന്റെ കുട്ടിയുടെ യാതൊരു ഓർമ്മയോ കുട്ടിയെക്കുറിച്ചുള്ള സങ്കടമോ ഒന്നും തന്നെ അനിന്ദയ്ക്ക് ഉണ്ടായിരുന്നില്ല. അനിന്ദയും ബിമലും സെപ്പറേറ്റഡ് ആണെങ്കിലും അവരിപ്പോഴും നല്ല കൂട്ടുകാരെ പോലെയാണ്. അവരിടയ്ക്കിടയ്ക്ക് പരസ്പരം കാണാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബിമലും അനന്ദയും കാണാൻ വന്നിരിക്കുകയാണ്. അവിടെ വെച്ച് അനന്ദ ബിമലിനോട് നിന്റെ പഴയ ഒരു ക്രഷ് ഇല്ലായിരുന്നോ, ലോക പ്രശസ്തിയായ സൂപ്പർ സ്റ്റാർ ഫ്രിഡ സോമൻ, അവരുടെ ഒരു എക്സ്പീരിയൻസ് ബിറ്റ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് സിനിമാ നടിയായ ഫ്രിഡ സോമന്റെ ഒരു പ്രൈവറ്റ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അനന്ത്യ ബിമലിനോട് പറഞ്ഞത്. AI സെലിബ്രിറ്റികളെ കൊണ്ട് നിറഞ്ഞിരുന്ന ലോകത്ത് മനുഷ്യരായി വിരലിൽ എണ്ണാവുന്ന താരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ലോകം മുഴുവനും ആരാധകരുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഫ്രിഡ സോമൻ. മാത്രവുമല്ല തനിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയപ്പോൾ ഓസ്കാർ അവാർഡിലെ ശില്പം പുരുഷന്റേതാണ് എന്നും പറഞ്ഞ് ഓസ്കാർ അവാർഡ് പോലും വേണ്ട എന്നും പറഞ്ഞ് ഈ ഫ്രിഡ സോമൻ റിജക്ട് ചെയ്തതാണ്. ഈ ഫ്രിഡയുടെ പേരിൽ ഉടുപ്പി എന്നൊരു സ്ഥലത്ത് ഒരു ക്ഷേത്രവുമുണ്ട്. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഈ ഫ്രിഡ സോമൻ തന്നെയായിരുന്നു. സൂപ്പർ സ്റ്റാർ ഫ്രിഡ തന്റെ സൈമൺ എന്നൊരു കാമുകന്റെ കൂടെ ചെയ്ത പ്രൈവറ്റ് കാര്യങ്ങൾ അടങ്ങിയ ഓർമ്മ ബിമലിന്റെ അനിന്ദയുടെയും കൂട്ടുകാരനായ ചാർലിയുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മെമ്മറി ശരിക്കും ഫ്രിഡയുടെ കാമുകൻ സൈമന്റേതായിരുന്നു. ആ സൈമൺ മെമ്മറി ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്നല്ലേ? അതായത് ആ സൈമണും ഫ്രിഡയും തമ്മിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ മെമ്മറി
മെമ്മറി യൂസ് ചെയ്യുന്നവർക്ക് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും കഴിയുമായിരുന്നു. അതറിഞ്ഞ ബിമൽ ഉടനെ തന്നെ തന്റെ കൂട്ടുകാരൻ ചാർലിയെ കാണാനായി പോവുകയാണ്. ഈ ചാർലി വിർച്വൽ റിയാലിറ്റി മെഷീൻ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന ആശാനാണ്. ഈ ചാർലിയുടെ കീഴിലാണെങ്കിൽ ധാരാളം കുട്ടികൾ പഠിക്കുന്നുമുണ്ട്. ബിമലിന്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം മാറുന്നതിനായി ചാർലി ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഫ്രിഡയുടെ കാമുകൻ സൈമൺ ഫ്രിഡയുമായി ചെലവഴിച്ച സ്വകാര്യ നിമിഷങ്ങളുടെ മെമ്മറിയുടെ ചിപ്പായ സൈമൺസ് മെമ്മറി എന്ന ചിപ്പിന്റെ ഒരു കോപ്പി ബിമലിന് കൊടുക്കുന്നു. അതായത് ഫ്രിഡയും സൈമണും തമ്മിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ സൈമൺസ് മെമ്മറി ചിപ്പ് വെച്ച് ഫ്രിഡയുടെ കൂടെ നിന്ന് ചെയ്യാൻ കഴിയും. തന്റെ ഏറ്റവും വലിയ ക്രഷായ ഫ്രിഡയുടെ കൂടെ എൻജോയ് ചെയ്യാൻ അവസരം കിട്ടിയ സൈമൺ ഉടനെ തന്നെ തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയ ബിമൽ തന്റെ ഗെയിമിംഗ് കൺസോളിലേക്ക് സൈമൺസ് മെമ്മറി ചിപ്പ് ഇടുകയാണ്. അതെ, തനിക്കും ഇനി ഫ്രിഡയും സൈമണും എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഫ്രിഡയുടെ കൂടെ ആസ്വദിക്കാമല്ലോ എന്ന ഒരു സന്തോഷം ബിമലിനുണ്ടായിരുന്നു. ഇതിനെല്ലാം മുമ്പായി ബിമൽ കുറെ ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ബിമൽ സൈമൺ മെമ്മറി യൂസ് ചെയ്ത് ഫ്രിഡയുടെ അടുത്തെത്തി. ഇപ്പോൾ 7 വർഷങ്ങൾക്ക് മുമ്പ് കാണിക്കുകയാണ്. അതായത് 2039. തന്റെ ഏറ്റവും വലിയ ക്രഷിനെ തൊട്ടടുത്ത് കണ്ട ബിമലിനാണെങ്കിൽ കയ്യും കാലുമെല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഫ്രിഡ ബിമലിന്റെ അടുത്തേക്ക് വന്ന് ബിമലിനെ ഒന്ന് കിസ് ചെയ്യുന്നത്. അതുകൂടിയായപ്പോൾ ബിമലിന്റെ അണ്ണാക്കിലെ വരെ വെള്ളം പറ്റിപ്പോയി. അതേസമയം ഫ്രിഡ ബിമലിനോട് ഞാൻ പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതായത് ബിമലിന്റെ കയ്യിൽ ഒരു കയറും ചങ്ങലയും ചുറ്റുകയും പിന്നെ ഒരു ജാർ മണ്ണെണ്ണയും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഓൾറെഡി ഫ്രിഡയും കാമുകൻ സൈമണും കൂടി ചെയ്ത കാര്യങ്ങളാണ്. ആ കാര്യങ്ങളാണ് ബിമൽ ഇപ്പോൾ സൈമൺ മെമ്മറി യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാന കാര്യം ഓർമ്മയിൽ വെച്ചോളും. അതായത് സൈമൺ മെമ്മറി യൂസ് ചെയ്ത് ഫ്രിഡയുടെ അടുത്തെത്തിയ ബിമലിന്റെ ഫ്രിഡ ഷാജിയേട്ട എന്നാണ് വിളിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. കിസ് കിട്ടി കിറങ്ങിയിരുന്ന ബിമലിനോട് ഫ്രിഡ കയ്യിലുള്ള മണ്ണെണ്ണ വെച്ച് ഈ ഹോട്ടലിലെ CCTV റൂം കത്തിക്കാൻ പറയുന്നു. ആദ്യം അത് കേട്ട് സംശയം തോന്നിയെങ്കിലും ഒരു കിസ് കൂടി കിട്ടിയപ്പോൾ ഈ ഹോട്ടലിലെ CCTV റൂം മാത്രമല്ല ഈ ഹോട്ടൽ മുഴുവനും ഞാൻ കത്തിക്കാം എന്ന് ബിമൽ പറയുന്നു. അതോടൊപ്പം ബിമൽ തന്റെ കയ്യിലുണ്ടായിരുന്ന സർവൈലൻസ് കോട്ടിംഗ് ഉള്ള ഒരു മാസ്ക് ഫ്രിഡയ്ക്ക് കൊടുത്തിട്ട് ഈ മാസ്ക് ധരിച്ചാൽ ക്യാമറയിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഒരു മാസ്ക് ബിമലും ധരിക്കുന്നു. അങ്ങനെ അവർ ആ ഹോട്ടലിലെ CCTV റൂം കത്തിച്ചതിനു ശേഷം നേരെ ഫ്രിഡയുടെ റൂമിലേക്ക് പോവുകയാണ്. അതേസമയം ആ ഹോട്ടലിലുള്ള ആളുകളെല്ലാം ആ ഹോട്ടലിൽ തീ പിടിച്ചറിഞ്ഞ് ഇറങ്ങി ഓടുന്നുമുണ്ട്. അങ്ങനെ ബിമൽ ഫ്രിഡയുടെ റൂമിൽ എത്തിയപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. അതായത് ഫ്രിഡ തന്റെ റൂമിൽ ഒരാളെ തല്ലിക്കൊന്നിട്ടിരിക്കുകയാണ്. അത് കണ്ട ബിമൽ തലകറങ്ങി വീഴുകയും ചെയ്തു. അത് കണ്ട ഫ്രിഡ ഒരു തരത്തിൽ ബിമലിനെ വിളിച്ചു നിർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് ബിമലിനോട് ഷാജി, സോറി ഷാജി, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. എനിക്കാരുമില്ല ഷാജി. ഇയാൾ എന്റെ റൂമിൽ കയറി വന്നിട്ട് എന്നോട് മോശമായി പെരുമാറി. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഷാജി എന്നും പറഞ്ഞു കരയുന്നു. അതെല്ലാം കണ്ടും കേട്ടും പേടിച്ചു നിന്ന ബിമലിന് ഫ്രിഡ ഒരു 5-6 ഉമ്മ കൂടി കൊടുക്കുകയാണ്. അങ്ങനെ ഫ്രിഡയും ബിമലും ചേർന്ന് ആ ഡെഡ് ബോഡി ഒരു കാർപ്പറ്റിൽ പൊതിഞ്ഞ് ഫ്രിഡയുടെ കാറിനകത്ത് കയറ്റി അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴാണ് മഞ്ഞപ്പാവ് എന്നൊരു ഓൺലൈൻ റിവ്യൂ ചാനലിലെ ഹാരികുമാർ എന്നൊരാൾ അവരുടെ വണ്ടിയുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഈ ഹാരികുമാർ പണ്ട് ഫ്രിഡയെ വെച്ച് കുറെ ഇന്റർവ്യൂകളും വീഡിയോകളും എല്ലാം ചെയ്തിട്ടുള്ളയാളാണ്. ഇപ്പോൾ അയാൾ അവരുടെ വണ്ടിയുടെ മുമ്പിൽ കയറി നിൽക്കുന്നത് തന്നെയും കൂടി അടുത്ത ജംഗ്ഷൻ വരെ ഒന്ന് കൊണ്ടുപോകാമോ എന്നും ചോദിച്ചാണ്. ഫ്രിഡയും ബിമലും അയാളെ വണ്ടിയിൽ കയറ്റാതിരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ഹാരികുമാർ വണ്ടിയിൽ ചാടി കയറുകയും ചെയ്തു. അങ്ങനെ അവർ 3 പേരും ആ കാറിൽ പോവുകയാണ്. അപ്പോഴാണ് ഹാരികുമാർ ഫ്രിഡയോട് ഞാൻ ക്ലിന്റ് മാർത്താണ്ഡൻ എന്നൊരു വലിയ പ്രൊഡ്യൂസറെ മാഡത്തിന്റെ ഫ്ളാറ്റിലേക്ക് പറഞ്ഞു വിട്ടിരുന്നുവെന്നും അയാൾ ഫീമെയിൽ സെൻട്രിക് ആയ ഒരു സിനിമ ചെയ്യുന്നതിന് വേണ്ടിയാണ് മാഡത്തിനെ കാണാൻ വന്നതെന്നും അയാൾ എനിക്ക് കുറച്ച് പൈസ തരാനുണ്ടെന്നും ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നും പറയുന്നു. അതെ, ഈ ഹാരികുമാർ പറഞ്ഞ ആ ക്ലിന്റ് മാർത്താണ്ഡനെയാണ് ഫ്രിഡ ഇപ്പോൾ അടിച്ചു കൊന്ന് തന്റെ കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നതും. അതെല്ലാം കേട്ട ഫ്രിഡ ഹാരികുമാറിനെ പാതി വഴിയിൽ ഇറക്കി വിടുകയാണ്. അത് കണ്ട ഹാരികുമാർ എന്നെ ഒറ്റയ്ക്കാക്കി പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും അവരതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴാണ് ഹാരികുമാർ തന്റെ കയ്യിൽ ചോര പറ്റിയിരിക്കുന്നതായി കാണുന്നത്. അത് കണ്ട ഹാരികുമാറിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയും ഒപ്പം ഒരു ഓട്ടോയിൽ അവരുടെ കാറിനെ ഫോളോയും ചെയ്യുന്നു. അങ്ങനെ ഫ്രിഡയും ബിമലും ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് ആ ഡെഡ് ബോഡി കുഴിച്ചിടാനുള്ള കുഴി എടുക്കുകയാണ്. അതേസമയം അവരെ ഫോളോ ചെയ്തു വന്ന ഹാരികുമാർ അവരുടെ അടുത്തേക്ക് വരികയാണ്. ആ ഡെഡ് ബോഡിയും കുഴിയുമെല്ലാം കണ്ട ഹാരികുമാർ ഇതെല്ലാം ഞാൻ പോലീസുകാരോട് പറയുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അത് കേട്ട് ഫ്രിഡ ഹാരികുമാറിനോട് ആരോടും ഒന്നും പറയരുതേ, ഞാൻ എന്ത് വേണമെങ്കിലും തരാം എന്ന് പറയുന്നു. എന്നാൽ ഹാരികുമാർ അതൊന്നും കേട്ടില്ല. ഞാൻ പോലീസുകാരോട് കാര്യങ്ങളെല്ലാം പറയും എന്ന് പറയുന്നു. അത് കേട്ട് കലിപ്പായ ഫ്രിഡ തന്റെ കയ്യിലിരുന്ന ഷവ്വൽ വെച്ച് ഹാരികുമാറിനെ അടിച്ച് താഴെ വീഴ്ത്തി ക്ലിന്റ് മാർത്താണ്ഡനോടൊപ്പം ആ കുഴിയിലിട്ട് മൂടുകയും ചെയ്തു. അതെല്ലാം കണ്ട് പേടിച്ചു പോയ ബിമൽ ഉടനെ തന്നെ സൈമൺ മെമ്മറിയിൽ നിന്നും ഇറങ്ങുകയാണ്. എന്നിട്ട് തനിക്ക് സൈമൺ മെമ്മറിയുടെ
ടിപ്പ് തന്ന കൂട്ടുകാരൻ ചാർലിയുടെ അടുത്ത് വന്നിട്ട് താൻ കണ്ട കാര്യങ്ങളെല്ലാം ചാർലിയോട് പറയുന്നു. അത് കേട്ട് ചാർലി, നീ ഏത് ചിപ്പിന്റെ കാര്യമാണ് പറയുന്നത്? ഞങ്ങൾ എല്ലാവരും ആ ചിപ്പ് വെച്ച് എക്സ്പീരിയൻസ് ചെയ്തത് ഫ്രിഡയോടൊപ്പമുള്ള പ്രൈവറ്റ് കാര്യങ്ങളാണ്. മാത്രവുമല്ല ഞങ്ങൾക്കെല്ലാവർക്കും അത് ഫ്രിഡയോടൊപ്പം നല്ലതുപോലെ ആസ്വദിക്കാൻ കഴിഞ്ഞെന്നും പറയുന്നു. അതേസമയം ഫ്രിഡ സോമൻ തന്റെ പ്രൈവറ്റ് വീഡിയോ ലീക്ക് ആയതിനെ കുറിച്ചറിഞ്ഞ് തന്റെ വക്കീലായ ഡെസ്റ്റിമോണയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് അതിനെതിരെ കേസ് കൊടുക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസ് ചീഫായ പ്രവീൺ ഇത്തരം വീഡിയോകൾ പ്രൈവറ്റ് ആയി കാണുന്നത് ഒരു തെറ്റല്ല എന്ന് പറയുന്നു. അതിന് വക്കീൽ ഡെസ്റ്റിമോണ, ഇത് വെറും ഒരു വീഡിയോയല്ല, അതൊരു എക്സ്പീരിയൻസ് വീഡിയോയാണ്. ആ ചിപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും മാഡത്തിന്റെ കൂടെ ആ കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നു. അങ്ങനെ പോലീസുകാർ ഫ്രിഡയുടെ വീഡിയോ അവിടെയെല്ലാം വിതരണം ചെയ്ത ചാർലി ആശാനെ പിടികൂടുകയാണ്. ചാർലി കണ്ടത് ബിമൽ സൈമൺ മെമ്മറിയിൽ കണ്ടതുപോലെ ഫ്രിഡ ചെയ്ത കൊലപാതക വീഡിയോ ആയിരുന്നില്ല. ഫ്രിഡയും സൈമണും തമ്മിലുള്ള പ്രൈവറ്റ് വീഡിയോ ആയിരുന്നു ചാർലി കണ്ടത്. അത് സൈമണ് പകരം ഫ്രിഡയുടെ കൂടെ ചാർലി എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തു. ഇതിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്തെന്നാൽ ഈ മെമ്മറി എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഫ്രിഡയുടെ കാമുകൻ സൈമൺ ആരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. സൈമൺസ് മെമ്മറി എക്സ്പീരിയൻസ് ചെയ്യാൻ കയറുന്നവരെല്ലാവരും സൈമൺ ചെയ്ത കാര്യങ്ങളാണ് ആസ്വദിക്കുന്നതെങ്കിലും സൈമൺ ആരാണെന്ന് അവർക്ക് കാണാൻ കഴിയില്ലല്ലോ. കാരണം അവർ കാണുന്നത് സൈമണിന്റെ സ്ഥാനത്ത് അവരെ തന്നെയാണ്. എന്തിനും ഫ്രിഡയ്ക്ക് പോലും ആ സൈമൺ ആരാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് പോലീസ് ചീഫായ പ്രവീൺ ഒരു ഐഡിയ പറയുന്നത്. അതായത് ഫ്രിഡയുടെ മെമ്മറി എക്സ്പീരിയൻസ് വീഡിയോ ഫ്രിഡ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. അതിലൂടെ ഒരുപക്ഷെ ഈ സൈമൺ ആരാണെന്ന് ഫ്രിഡയ്ക്ക് ഓർമ്മ വന്നേക്കാം. അങ്ങനെ ഫ്രിഡയ്ക്ക് സൈമൺ മെമ്മറി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം പോലീസ് സ്റ്റേഷനിൽ തന്നെ അറേഞ്ച് ചെയ്ത് ഫ്രിഡ ആ എക്സ്പീരിയൻസ് വീഡിയോ ചെക്ക് ചെയ്യുകയാണ്. സൈമൺ മെമ്മറി യൂസ് ചെയ്ത ഫ്രിഡയ്ക്കും ബിമൽ കണ്ട അതേ കൊലപാതക വീഡിയോ തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ഒപ്പം അത് ആരുടെ മെമ്മറി ചിപ്പ് ആണെന്നും ഫ്രിഡയ്ക്ക് മനസ്സിലായി. എങ്കിലും പോലീസ് ചീഫായ പ്രവീൺ അത് ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ഫ്രിഡ, ഇല്ല, അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോകുന്നു. അത് ആരുടെ മെമ്മറി ആണെന്ന് പറഞ്ഞാൽ ഫ്രിഡ തന്നെ അകത്താകും. കാരണം താൻ ചെയ്ത 2 കൊലപാതകങ്ങളാണ് ആ മെമ്മറി ചിപ്പിലുള്ളത്. ഫ്രിഡ പോയി കഴിഞ്ഞപ്പോൾ പ്രവീണും പോലീസുകാരും ജയിലിലുണ്ടായിരുന്ന ചാർലിയോട് സൈമൺസ് മെമ്മറി ചിപ്പ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് അന്വേഷിച്ച് അവരെ എല്ലാവരെയും പിടികൂടുകയാണ്. ചാർലി വിർച്വൽ റിയാലിറ്റി മെഷീൻ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ആശാനാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. പുള്ളിയുടെ ട്രെയിനിങ് സെന്ററിലെ സകല ശിഷ്യന്മാർക്കും പുള്ളി ഈ സൈമൺസ് മെമ്മറി ചിപ്പിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ജയിലിലെല്ലാം ആൾക്കാരെ കൊണ്ട് നിറയുകയും ചെയ്തു. ആ കൂടെ ജയിലിൽ നമ്മുടെ ബിമലും ഉണ്ടായിരുന്നു. അതേസമയം പോലീസ് സ്റ്റേഷനിലേക്ക് ബിമലിന്റെ ഭാര്യ അനിന്തി വരികയാണ്. അത് കണ്ട് ബിമലിന് സന്തോഷമായി. തനിക്ക് ജാമ്യമെടുക്കാൻ ആള് വന്നല്ലോ എന്നോർത്ത്. എന്നാൽ അനിന്തിയെ ശരിക്കും പോലീസുകാർ പിടിച്ചുകൊണ്ടുവന്നതായിരുന്നു അതേ വീഡിയോ കണ്ടതിന്റെ പേരിൽ. ശരിക്കും ആ ജയിലിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും സൈമൺസ് മെമ്മറി ചിപ്പ് യൂസ് ചെയ്തപ്പോൾ ഫ്രിഡയുമായുള്ള ഫിസിക്കൽ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. എന്തിന് ബിമലിന്റെ ഭാര്യ അനന്തിക്ക് പോലും ഫ്രിഡയുമായുള്ള ഫിസിക്കൽ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ബിമലിന് മാത്രമായിരുന്നു സൈമൺസ് മെമ്മറി ചിപ്പ് യൂസ് ചെയ്തപ്പോൾ ഫ്രിഡ ചെയ്ത കൊലപാതകങ്ങൾ കാണാൻ കഴിഞ്ഞത്. പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ ബിമൽ ആ കാര്യങ്ങളെല്ലാം പോലീസുകാരോട് പറയുകയാണ്. പോലീസുകാർ ബിമൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നറിയുന്നതിനായി ഫ്രിഡ കൊന്നു എന്ന് പറഞ്ഞ ക്ലിന്റ് മാർത്താണ്ഡനെയും മൂവി റിവ്യൂവർ ഹാരികുമാറിനെയും കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ 7 വർഷമായി മിസ്സിംഗ് ആണെന്നുള്ള കാര്യം അറിയുന്നു. അങ്ങനെ ബിമൽ പോലീസുകാരെ ആ ശവങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പോലീസുകാർ ആ സ്കെൽറ്റൻ പരിശോധിച്ച് അത് ക്ലിന്റ് മാർത്താണ്ഡന്റെ ഹാരികുമാറിന്റെ സ്കെൽറ്റൻ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ പോലീസുകാർ ഫ്രിഡയുടെ കൂടെ അന്ന് ഈ കൊലപാതകങ്ങൾക്കെല്ലാം കൂട്ടുനിന്ന ഫ്രിഡയുടെ കാമുകൻ സൈമൺ ആരാണെന്ന് കണ്ടുപിടിക്കാനായി ബിമലിനോട് വീണ്ടും ആ സൈമൺ മെമ്മറി ചിപ്പ് യൂസ് ചെയ്യാനും ഒപ്പം സൈമൺ മെമ്മറി ചിപ്പ് യൂസ് ചെയ്ത് അകത്ത് കയറിയാൽ അവിടെയുള്ള ഏതെങ്കിലും കണ്ണാടിയിൽ തന്റെ മുഖം നോക്കാനും പറയുന്നു. കാരണം ബിമൽ കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ കണ്ണാടിയിൽ ആ യഥാർത്ഥ സൈമണെ കാണാൻ സാധിക്കും. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബിമൽ വീണ്ടും സൈമൺ മെമ്മറി ചിപ്പ് യൂസ് ചെയ്യുകയാണ്. അതേസമയം ഫ്രിഡയെ കാണിക്കുകയാണ്. ഫ്രിഡ തന്റെ വക്കീലായ ഡെസ്റ്റിമോണിയോട് അന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ഈ സൈമൺ ആരാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അവർ യൂസ് ചെയ്യുന്ന മെമ്മറി അത് ഷാജിമോന്റെയാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ റൂമിൽ വന്ന് എന്നെ കയറി പിടിച്ച പ്രൊഡ്യൂസർ ക്ലിന്റ് മാർത്താണ്ഡനെ ഞാൻ അബദ്ധത്തിൽ കൊലപ്പെടുത്തി. പിന്നെ ഈ പ്രശ്നത്തിൽ നിന്നും ഊരാനായി ആരെ സഹായത്തിന് വിളിക്കും എന്നാലോചിച്ചപ്പോഴാണ് എന്റെ ഫാൻ ബോയ് ആയ ഈ ഷാജിമോനെ വിളിച്ചത്. എനിക്ക് വേണ്ടി സ്വന്തം ചോര കൊണ്ട് ലെറ്റർ എഴുതി തന്നിട്ടുള്ളയാളാണ് ഈ ഷാജിമോൻ. അതിനാൽ എന്നെ ചതിക്കില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ ഈ ഷാജിമോനുമായി ഞാൻ ഫിസിക്കൽ എക്സ്പീരിയൻസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവർക്കെല്ലാം എന്റെ ഫിസിക്കൽ എക്സ്പീരിയൻസ് വീഡിയോ കിട്ടിയതെന്ന് എനിക്കറിയില്ല. അതായത് ക്ലിന്റ് മാർത്താണ്ഡനെ കൊന്ന ഫ്രിഡ ശരിക്കും സഹായത്തിനായി വിളിച്ചത് തന്റെ ഫാൻ ബോയ് ആയ ഷാജിമോനെ ആയിരുന്നു. ആ സൈമൺ മെമ്മറിയിലെ ശരിക്കുമുള്ളയാൾ ഷാജിമോൻ ആയതുകൊണ്ടാണ് ബിമൽ സൈമൺ മെമ്മറി യൂസ് ചെയ്ത് ഫ്രിഡയുടെ അടുത്ത് വന്നപ്പോൾ ഫ്രിഡ ബിമലിനെ ഷാജിമോൻ എന്ന് വിളിച്ചത്.
അതേസമയം പോലീസ് സ്റ്റേഷനിൽ സൈമൺ മെമ്മറി ചിപ്പ് യൂസ് ചെയ്ത് അകത്തു കയറിയ ബിമൽ സൈമൺ മെമ്മറിയുടെ യഥാർത്ഥയാളായ ഷാജിമോനെ കണ്ടെത്തുകയും അത് വെച്ച് പോലീസുകാർ ഷാജിമോന്റെ രേഖാചിത്രം വരച്ചെടുക്കുകയും ഷാജിമോനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അതേസമയം ബിമലിന്റെ വക്കീലായ ഡോൺ വന്ന് ബിമലിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്തു. ബിമൽ പോലീസ് സ്റ്റേഷനിലുള്ള തന്റെ ഭാര്യ അനന്തിയോട് നിനക്ക് നാളെ ജാമ്യം കിട്ടും എന്നും പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും വീട്ടിലേക്ക് പോയ ബിമലിനെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, സൈമൺ മെമ്മറിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ഷാജിമോനായിരുന്നു അത്. എന്നാൽ അതിനേക്കാൾ വലിയൊരു കുരുക്ക് ബിമലിനെയും കാത്ത് ബിമലിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഫ്രിഡയുടെ ഈ കേസിന് ആകെയുള്ള ഒരു ദൃക്സാക്ഷി ഇപ്പോൾ ബിമലാണ്. അതിനാൽ ബിമലിനെ ഇല്ലാതാക്കിയാൽ തനിക്ക് ഈ കേസ് എളുപ്പത്തിൽ ജയിക്കാനാകും എന്നും കരുതി നിഞ്ചാ സോജൻ എന്ന ഒരു വാടക കൊലയാളിയെ ബിമലിനെ ഇല്ലാതാക്കാനായി ഫ്രിഡ അയച്ചിരുന്നു. ആ നിഞ്ചാ സോജൻ ബിമലിനെയും കാത്ത് ബിമലിന്റെ വീടിനകത്ത് തന്നെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ബിമൽ തന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഒപ്പം ബിമലിന്റെ പുറകെ ബിമലിനെ ഫോളോ ചെയ്തു വന്ന ഷാജിമോനും. അങ്ങനെ അവർ മൂന്നുപേരും അവിടെ കിടന്ന് പൂക്കുറ്റി അടിയാണ്. അതായത് ബിമലും ഷാജിമോനും പിന്നെ ഫ്രിഡ പറഞ്ഞു വിട്ട വാടക കൊലയാളി നിഞ്ചാ സോജനും. അടിയുടെ ഇടയ്ക്ക് ബിമൽ പോലീസിനെ ഫോൺ ചെയ്യുകയും ചെയ്തു. അതിനാൽ തന്നെ കുറച്ചു സമയത്തിനുള്ളിൽ അവിടെ പോലീസ് എത്തുകയും ബിമലിനെ അടക്കം അവരെ മൂന്നുപേരെയും അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതേസമയം പോലീസുകാർ കൊലപാതക കുറ്റത്തിന് ഫ്രിഡയെയും അറസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും താൻ പെട്ടെന്നുള്ള കാര്യം ഫ്രിഡയ്ക്ക് മനസ്സിലായി. അതിനാൽ ഫ്രിഡ തന്റെ വക്കീലായ ഡെസ്റ്റിമോണിയോട് എന്തായാലും എന്നെ അടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കും. അങ്ങനെ ജനങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് അറിയും. എന്തായാലും നാറും. അങ്ങനെ ചുമ്മാ നാറാതെ നമുക്ക് എന്റെ കോർട്ട് റൂം സ്ട്രീമിംഗ് ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് നല്ല പൈസക്ക് വിൽക്കാം. അതായത് ഈ ലൈവ് റിയാലിറ്റി ഷോയൊക്കെ പോലെ കോർട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവായി സ്ട്രീം ചെയ്ത് അതിൽ നിന്നും പൈസ ഉണ്ടാക്കാം. അതിലൂടെ ഈ കേസ് നടക്കുന്ന അത്രയും കാലം നമുക്ക് നല്ല പൈസയും കിട്ടും. അങ്ങനെ ഫ്രിഡയുടെ കോർട്ട് റൂം സീൻ സ്ട്രീം ചെയ്യാനായി മലയാളി മാമന്റെ ചാനൽ ഫ്രിഡയുമായി കൊളാബായി. ആ ചാനലുകാർ ഫ്രിഡയെ ബൂസ്റ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഫ്രിഡയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ബിമലിനെ ഫാമിലി അടക്കം ചവിട്ടി താഴ്ത്തി ആളുകളിൽ എത്തിക്കാനും ശ്രമിച്ചിരുന്നു. ഇതെല്ലാം പൈസ തട്ടിയെടുക്കാനായി ബിമലും കുടുംബവും കെട്ടിച്ചമച്ച കേസാണെന്നാണ് ചാനലുകാർ ആളുകളിൽ എത്തിച്ചതും. അങ്ങനെ അടുത്ത ദിവസം ഫ്രിഡയെ കോടതിയിൽ ഹാജരാക്കുകയാണ്. ഒപ്പം സൈമൺ ചിപ്പ് യൂസ് ചെയ്ത എല്ലാവരെയും കോടതിയിൽ കൊണ്ടുവന്നിരുന്നു. ആ കോർട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നതിനാൽ തന്നെ ജനങ്ങളെല്ലാവരും അത് കാണുന്നുമുണ്ടായിരുന്നു. ഫ്രിഡയുടെ വക്കീലായ ഡെസ്റ്റിമോണ ഈ കൊലപാതകം ചെയ്തത് ബിമലാണെന്നും എന്നിട്ട് ഫ്രിഡയുടെ DNA കൊലപാതക സ്ഥലത്ത് കൊണ്ടിട്ടതാണെന്നും എല്ലാം പറയുന്നു. എന്നാൽ ബിമലിന്റെ വക്കീലായ ഡോൺ ആ കൊലപാതകം നടന്ന ദിവസം ബിമൽ തന്റെ ഭാര്യ അനന്തിയുമായി തായ്ലൻഡിൽ ഹണിമൂൺ ട്രിപ്പിന് പോയിരുന്നു എന്നും പറഞ്ഞ് അതിന്റെ ഫോട്ടോസ് എല്ലാം കാണിക്കുന്നു. മാത്രവുമല്ല അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസർ ക്ലിന്റ് മാർത്താണ്ഡൻ കൊല ചെയ്യപ്പെട്ട ഹോട്ടലിൽ ഫ്രിഡ താമസിച്ചതിന്റെ തെളിവും ഡോൺ വക്കീൽ കോടതിയിൽ ഹാജരാക്കി. ഫ്രിഡയുടെ വക്കീലും ഫ്രിഡയും ചേർന്ന് പല രീതിയിൽ ബിമലിനെ ആ കൊലപാതകത്തിൽ കൊടുക്കാൻ നോക്കിയെങ്കിലും ബിമലിന്റെ വക്കീൽ ഡോൺ അതിനെയെല്ലാം നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡും ചെയ്തു. അങ്ങനെ അവസാനം സൈമൺ മെമ്മറിയുടെ യഥാർത്ഥയാളായ ഷാജിമോനെ, അതായത് ഫ്രിഡയുടെ കൂടെ ക്ലിന്റ് മാർത്താണ്ഡനെ ഹാരികുമാറിനെ കുഴിച്ചു മൂടാൻ സഹായിച്ച ഷാജിമോനെ കോടതിയിൽ വിസ്തരിക്കുകയാണ്. അങ്ങനെ ഷാജിമോൻ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അന്ന് ഫ്രിഡ തനിക്ക് ഹെൽപ്പ് ചെയ്യാമോ എന്നും ചോദിച്ചൊരു മെസ്സേജ് അയച്ചെന്നും മോളിവുഡ് ഹോട്ടലിലേക്ക് ആരും അറിയാതെ വരാമോ, വരുമ്പോൾ ഒരു ജാറിനകത്ത് മണ്ണെണ്ണയും ഒരു കയറും ഒരു ചങ്ങലയും എടുക്കണമെന്നും മെസ്സേജിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ എത്തിയ ഞാൻ ഫ്രിഡയുടെ കൂടെ ചേർന്ന് ആ ഹോട്ടലിലെ CCTV റൂം എല്ലാം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. എന്നിട്ട് ഫ്രിഡയുടെ റൂമിൽ വന്നു നോക്കുമ്പോൾ അതാ ക്ലിന്റ് മാർത്താണ്ഡൻ മരിച്ചു കിടക്കുന്നു. അത് കണ്ട് എനിക്ക് പേടിയായി. തന്നെ കയറി പിടിച്ചപ്പോൾ അറിയാതെ ചെയ്തു പോയതാണെന്നും സഹായിക്കണമെന്നും ഫ്രിഡ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ ബോഡി അവിടെ നിന്നും കൊണ്ടുപോകുന്ന വഴി ഹാരികുമാർ ഞങ്ങളുടെ വണ്ടിയിൽ കയറി. അയാളെ വണ്ടിയിൽ കയറ്റാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചതാണ്. പിന്നീട് പകുതിയിൽ വെച്ച് ഞങ്ങൾ ഹാരികുമാറിനെ ഇറക്കിയും വിട്ടു. അത് കഴിഞ്ഞ് എന്തിനാണ് അയാൾ ഞങ്ങളുടെ പുറകെ ക്ലിന്റ് മാർത്താണ്ഡനെ കുഴിച്ചിട്ട സ്ഥലത്തേക്ക് വന്നതെന്നറിയില്ല. അവിടെ വെച്ച് ക്ലിന്റ് മാർത്താണ്ഡന്റെ ബോഡി കണ്ട ഹാരികുമാർ ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറയും എന്ന് പറഞ്ഞു. അതിന് ഫ്രിഡ ഹാരികുമാറിനോട് പോലീസിനോട് പറയാതിരുന്നാൽ പകരം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഹാരികുമാർ കേട്ടില്ല. അതിൽ കലിപ്പായ ഫ്രിഡ അവിടെ വെച്ച് ഹാരികുമാറിന്റെ തലിക്കരിച്ചു കൊന്ന് ക്ലിന്റ് മാർത്താണ്ഡന്റെ കൂടെ കുഴിയിലിട്ട് മൂടുകയും ചെയ്തു എന്ന് പറയുന്നു. അതിന് വക്കീൽ ഡോൺ, അത് കഴിഞ്ഞ് ഫ്രിഡയുടെ കൂടെ നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നോ? കാരണം നിങ്ങളുടെ മെമ്മറിയായ സൈമൺ മെമ്മറി യൂസ് ചെയ്ത് ഫ്രിഡയുടെ കൂടെ അത് ആസ്വദിച്ചവരാണ് ഈ കോടതിയിൽ ഇരിക്കുന്നവരെല്ലാം എന്ന് പറയുന്നു. അതിന് ഷാജിമോൻ, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി കിടന്നിറങ്ങിയപ്പോൾ സ്വപ്നം കണ്ട കാര്യങ്ങളാണ് അതെല്ലാം. എന്റെ മെമ്മറി അടിച്ചു
മാറ്റിയവർ എന്റെ സ്വപ്നം കൂടി അടിച്ചു മാറ്റിയതാണ് എന്ന് പറയുന്നു. അത് കേട്ട് ആ കോടതി മുറിയിൽ ഫ്രിഡയുടെ പ്രൈവറ്റ് വീഡിയോ കണ്ട് അറസ്റ്റിലായ എല്ലാവർക്കും കലിപ്പായി. കാരണം അവർ ഒറിജിനൽ ആണെന്ന് കരുതി ആസ്വദിച്ചതെല്ലാം മറ്റൊരാളുടെ സ്വപ്നമായിരുന്നല്ലോ. അതിന് അവർക്ക് സ്വന്തമായി സ്വപ്നം കണ്ടാൽ മതിയായിരുന്നല്ലോ. മാത്രവുമല്ല, ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ കുറെ നാൾ അകത്തും കിടക്കേണ്ടി വന്നു. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഫ്രിഡയുടെ വക്കീലായ ഡിസ്റ്റിമോണ ഷാജിമോന്റെ മെമ്മറി എങ്ങനെ സൈമൺ മെമ്മറി ആകും? ശരിക്കുള്ള സൈമണെ കിട്ടാത്തത് കൊണ്ട് പോലീസുകാർ സൈമണ് പകരം പിടിച്ചുകൊണ്ടുവന്നതാണ് ഈ ഷാജിമോനെ എന്ന് പറയുന്നു. ഇപ്പോഴാണ് ഈ സിനിമയിലെ ട്വിസ്റ്റ്. അതായത് ഫ്രിഡയുടെ കൂടെ ഈ കാര്യങ്ങൾക്കെല്ലാം കൂട്ടുനിന്ന ഷാജിമോനെ ഇതെല്ലാം വേറെ ആരും അറിയാതിരിക്കാനായി, ഷാജിമോനെ ഇല്ലാതാക്കാനായി വാടക കൊലയാളിയായ നിഞ്ച സോജനെ ഫ്രിഡ അയക്കുന്നു. അങ്ങനെ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ചൈനയിലേക്ക് ടൂർ വന്ന ഷാജിമോനെ അവിടെ വെച്ച് നിഞ്ച സോജൻ അറ്റാക്ക് ചെയ്യുന്നു. അതിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിയ ഷാജിമോനെ ചൈനയിലുള്ള ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. സിനിമയുടെ തുടക്കത്തിൽ മരിക്കാറായവരുടെയും കോമ സ്റ്റേജിലുള്ളവരുടെയും എല്ലാം മെമ്മറി എക്സ്ട്രാക്ട് ചെയ്ത് അത് വിൽക്കുന്ന ചൈനയിലുള്ള ഒരു ആശുപത്രിയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അവിടെയാണ് ഷാജിമോനെയും അഡ്മിറ്റ് ചെയ്തത്. അങ്ങനെ കോമയിലായിരുന്ന ഷാജിമോന്റെ മെമ്മറി ആ ആശുപത്രിക്കാരാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് വിറ്റത്. അപ്പോൾ പിന്നെ ഷാജിമോൻ എങ്ങനെ സൈമൺ ആയി എന്നല്ലേ? അത് ചൈനയിൽ ഉണ്ടായിരുന്ന ആശുപത്രിയാണല്ലോ. ചൈനക്കാർക്ക് ഷാജിമോൻ എന്ന് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഷാജിമോൻ എന്ന് പറഞ്ഞത് അവർക്ക് സൈമൺ എന്നാണ് മനസ്സിലായത്. അങ്ങനെ ഷാജിമോന്റെ മെമ്മറി സൈമൺ മെമ്മറിയുമായി. അതായത് താൻ ചെയ്ത കൊലപാതകങ്ങൾ ആരും അറിയാതിരിക്കാനായി തന്റെ കൂട്ടുപ്രതിയായ ഷാജിമോനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിനാലാണ് ഈ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ അറിഞ്ഞത്. അന്ന് ഫ്രിഡ ഷാജിമോനെ കൊല്ലാൻ ആളെ വിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ഇപ്പോഴും ആരും അറിയില്ലായിരുന്നു. അങ്ങനെ ഫ്രിഡ ആ കോർട്ട് റൂമിൽ വെച്ച് അതെല്ലാം ചെയ്തത് താനാണെന്ന് സമ്മതിക്കുന്നു. അതോടെ ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഒപ്പം ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.